ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ടൊരു തോരനായാലോ. അതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനും വേണ്ട. പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കണം. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൽ വല്ല പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റിയിട്ട് ഒന്ന് നല്ലോണം കഴുകി എടുക്കണം. പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ. ഈ സവാള നമുക്ക് ഒരു പകുതി മതി കേട്ടോ. ഇത് മുഴുവനും വേണ്ട. കോളിഫ്ലവർ ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആ പകുതി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായതുകൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് വെച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം കേട്ടോ. നമുക്കിതൊന്ന് തുറക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ വെന്താന്ന് നോക്കാൻ വേണ്ടി കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് ഉപ്പ് ഉണ്ടാവുമെന്ന് ഓർത്താണ് കുറച്ച് ഉപ്പ് ഇട്ടത്. അപ്പോൾ ഉപ്പ് കുറവുള്ള കാരണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ കോളിഫ്ലവറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേപ്പിലിട്ടിട്ട് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതല്ലാതെ നമുക്ക് ഈ സ്റ്റേജിൽ മുട്ട ഇടണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇറക്കി വെക്കാം. അതെല്ലാം നമുക്ക് മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയും കൂടി ഇടാം. ഞാനിപ്പോൾ അതേ മുട്ട ഇടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഞാൻ പറഞ്ഞത് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കാം, പാത്രത്തിലേക്ക് ആക്കി മൂടി വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ മുട്ട ഇടുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇതിൻ്റെ കൂടെ ചിക്കിയെടുക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, ഇതിൽ ചേർന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.